ശ്രീമദ് ഭഗവത്ഗീത ശങ്കരഭാഷ്യം വ്യാഖ്യാനം 11-ാം അധ്യായം മുതൽ 18 അധ്യായം വരെ എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക? ഇതൊരു നല്ല ചോദ്യമാണ്. 1999 പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ പ്രതിവർഷം 3 പുസ്തകമെങ്കിലും, അതായത് 4 മാസത്തിലൊരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിക്കുമെന്ന സങ്കല്പത്തോടു കൂടിയാണ് അത് തുടങ്ങിയത്. ആദ്യം 1-2 എണ്ണം ഇറങ്ങി, പിന്നെ 4 മാസം എന്നുള്ളത് ഒരു 9 മാസം 10 മാസമായി, പിന്നെ 1 കൊല്ലം 2 കൊല്ലമായി, പിന്നെ 3 കൊല്ലം 4 കൊല്ലമായി, അങ്ങനെ അതിപ്പോൾ 10-ാം അധ്യായത്തിലെത്തി നിൽക്കുന്നത് 3 കൊല്ലത്തിലധികമായി. നമ്മൾ ആ രചനയ്ക്ക് മുൻഗണന കൊടുത്തിട്ട് ഒരു ജീവിതക്രമം സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വർഷത്തിൽ 3 സാധിക്കും. പക്ഷേ അങ്ങനെ മുൻഗണന കൊടുക്കാൻ സാധിക്കാത്ത ഒരു ജീവിത ശൈലിയാണ് കുറേ വർഷങ്ങളായിട്ട്. നമ്മുടെ ഹിന്ദു സമാജത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം വിശ്രമരഹിതമായി പലയിടങ്ങളിലേക്ക് ഓടേണ്ടി വരുന്നു. പലതും ഒഴിവാക്കാൻ നോക്കും, പക്ഷേ നിർബന്ധിക്കുമ്പോൾ ശരി വരാമെന്ന് പറയും. ചിലപ്പോൾ 10-30 മണിക്കൂർ വരെ യാത്ര ചെയ്യണത് അരമണിക്കൂറിന് വേണ്ടിയിട്ടാവും. അരമണിക്കൂർ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ 30 മണിക്കൂറൊക്കെ യാത്ര. വിദൂരമായ മറ്റൊരു രാജ്യത്ത് പോവുക, തിരിച്ചു വരിക, അത്രയടക്കം വേണ്ടി വരും. നാം നിർത്തിക്കൂടെയെന്ന് ചോദിച്ചാൽ നിർത്തേണ്ടതാണ്, പക്ഷേ പലപ്പോഴും സാധിക്കുന്നില്ല. അതൊരു പോരായ്മയല്ലേ? പോരായ്മയാണ്. പക്ഷെ ഒന്നിലും സ്വാർത്ഥത വെച്ചിട്ടോ ഒന്നും ചെയ്യാറില്ല. ആ ഓട്ടത്തിൽ ഗ്രന്ഥരചന മുടങ്ങിപ്പോവുകയാണ്. ശരിക്കും പറഞ്ഞപ്പോൾ ശങ്കരഭാഷ്യം ഗീത കഴിഞ്ഞ് ഉപനിഷത്ത് തന്നെ ഏകദേശം പകുതി കഴിയേണ്ട സമയമായി. ആരംഭിക്കുന്ന കാലത്ത് തലയും താടിയൊക്കെ കറുപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. കുഴിയിലേക്ക് പോകണം എന്നുള്ള സൂചന വരികയാണല്ലോ. അഗ്നി നിന്നെ എടുക്കാൻ പോവുക എന്നുള്ള സൂചനയാണല്ലോ നിരക്കണതൊക്കെ. ചിലരത് മറച്ചു വെക്കാൻ കറുപ്പിക്കും. അതുകൊണ്ടൊന്നും കാര്യമില്ല, കണക്ക് കറക്റ്റാണ്, കണക്കിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതുകൊണ്ട് പൂർത്തിയാക്കേണ്ടതാണ്. ദിവസമൊന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞ് പല പ്രാവശ്യം വാക്ക് മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. എങ്കിലും ഈ അടുത്ത് തന്നെ 11 ഇറങ്ങും. ഒരു അധികം വൈകാതെ 11 ഇറക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഒരു സങ്കല്പം നമുക്ക് ചെയ്യാം. സങ്കല്പം അത്രയേ ഉള്ളൂ. സങ്കല്പം വിജയിക്കാൻ പരാജയപ്പെടാം. ഈ വർഷം എന്തായാലും 11ഉം 12ഉം ഇറക്കണമെന്ന് നമുക്ക് സങ്കല്പിക്കാം. അത്രയേ ഉള്ളൂ. കാരണം പലതിൻ്റെ നമ്മുടെ ജീവിതക്രമം അടുത്തറിയുന്നവർക്കറിയാം, 5 മിനിറ്റ് പോലും സ്വസ്ഥമായി ഇരിക്കണത് കുറേ കാലമായിട്ടില്ല. അപ്പോൾ ഇരിക്കില്ലേ സ്വാമി, അത് ദേഹം അങ്ങേയറ്റം ക്ഷീണം വന്ന് വിശ്രമിച്ചോളൂ, കിടക്കട അവിടെ എന്ന് പറയുമ്പോൾ കിടക്കും, സുഖമായിട്ട് കിടക്കും. അസുഖമായിട്ട് കിടക്കാറില്ല, അസുഖമില്ല, സുഖമായിട്ട് കിടക്കും. ഒരുവിധം തല പൊന്തി അപ്പണീറ്റ് ഓട്ടം തുടങ്ങി. അതാണ് ശൈലി. നോക്കാം.